നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് പ്രതിരോധ വകുപ്പിനും ഒപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേക്കും ശേഷം ഏറ്റവും കൂടുതൽ ഭൂമിക്ക് അവകാശിയായി മാറുന്ന രീതിയിലേക്ക് ഈ വഖഫ് ബോർഡ് വളർന്നത്? ആരാണ് വഖഫിനെ കയറൂരി വിട്ടത്? ഒപ്പം തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ചെറായിലെ വേളാങ്കണ്ണി ഇടവക ആ ഒരു പള്ളിയിൽ അവിടെ ജീവിക്കുന്ന ജനങ്ങൾ, വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ജനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഒരു വാർത്ത കേൾക്കുന്നു. തങ്ങളുടെ ഈ ഒരു ഭൂമി വഖഫിന്റേതാണ്. വഖഫ് ചെറായിൽ നടത്തുന്ന ഈ ഒരു ഗൂഢ അധിനിവേശ ശ്രമങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണ്? ആരാണ് നമ്മുടെ ഈ ഒരു രാജ്യത്തിൽ വഖഫിനെ കയറൂരി വിട്ടത്? ഒപ്പം തന്നെ ഈ വഖഫ് നടത്തുന്ന അധിനിവേശ ശ്രമങ്ങൾ ഇന്ത്യയിൽ, ഭാരതത്തിൽ, കേരളത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെ? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ജോഷി മയ്യാറ്റിൽ, ഒപ്പം തന്നെ മുനമ്പം വേളാങ്കണ്ണി മാത ഇടവകയിലെ പാരിഷ് കൗൺസിൽ സെക്രട്ടറി ശ്രീ ജോസഫ് പെന്നി, ഒപ്പം കോട്ടത്തരം രൂപത രാഷ്ട്രീയകാര്യ സമിതി കൺവീനർ ശ്രീ PJ തോമസ്. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ജോഷി മയ്യാറ്റിൽ, അങ്ങേ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വഖഫ് ബോർഡ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഈ വഖഫ് ബോർഡിന് പിന്നിലുള്ള ഒരു അജണ്ട അങ്ങ് ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലൂടെ, ഒപ്പം തന്നെ സാമൂഹ്യ മാധ്യമത്തിലെ അങ്ങയുടെ കുറിപ്പിലൂടെ പൊതുസമൂഹത്തെ അറിയിക്കുവാൻ കൃത്യമായി സാധിച്ചു. എന്റെ ഒരു ചോദ്യം ഇതാണ്, അതായത് ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് ഈ വഖഫ് ബോർഡ് ഈ കാലയളവിൽ, ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു അധിനിവേശ ഒരു ശ്രമങ്ങളുടെ ഒരു ഭീകരത ജനങ്ങൾക്ക് മനസ്സിലായത്. യഥാർത്ഥത്തിൽ ആരാണ് ഈ വഖഫിനെ ഇങ്ങനെ കയറൂരി വിട്ടത്? ഒപ്പം തന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ പ്രതിരോധ വകുപ്പിനും ഒപ്പം തന്നെ റെയിൽവേക്കും ശേഷം ഇത്രത്തോളം ഒരു ഭൂസ്വത്തിന്റെ ഉടമയായി വഖഫിനെ മാറ്റിയത് ആരാണ്? വഖഫ് അങ്ങനെ ആയി തീർന്നത് എങ്ങനെയാണ്? ഫാദർ ജോഷി മയ്യാറ്റിൽ. ഇതില് എനിക്ക് തോന്നുന്നത് ഇതൊരു കൺഫ്യൂഷന്റെ ഇതുവരെ മാറാത്ത ഒരു അവസ്ഥ അതാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ മതേതരത്വത്തെ കുറിച്ചുള്ള ധാരണയുടെ ഒരു അവ്യക്തത, ഇപ്പോഴൊരു അവ്യക്തത നിലവിലുണ്ട്. അതാണ് ഇപ്പോഴുള്ള ഈ വഖഫ് പ്രശ്നങ്ങള്, നമ്മൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഞാൻ വിചാരിക്കുന്നു. അതായത് വൺസ് വഖഫ് ഓൾവേസ് വഖഫ്, ഇതാണ് അടിസ്ഥാനപരമായി ഈ ഒരു നിയമത്തെ മുന്നിൽ കണ്ടവർ എപ്പോഴും പറഞ്ഞപ്പോൾ അതാണ് വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. അപ്പൊ ഈ വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന് പറയുന്ന ആ സംഗതി, അത് ശരീഅത്ത് നിയമത്തിന്റെ ഒരു സംഗതിയാണ്. ഇത് ഇസ്ലാം മതവിശ്വാസികളെ മാത്രം സംബന്ധിച്ചായിരുന്നെങ്കിൽ വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നുള്ളത് അതിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇന്ത്യ പോലുള്ള ഒരു മതേതര രാഷ്ട്രത്തിൽ വിവിധ മതവിശ്വാസികൾ താമസിക്കുന്ന ഇടത്ത് ഇപ്പോൾ ഈ വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെ ഒരു മതേതര ഭാരതത്തിന് ചേരും എന്നതാണ് ചോദ്യം. ഇപ്പോ 100 വർഷങ്ങൾക്ക് മുൻപ് ആരോ ഒരാള് വഖഫിനെന്ന് പറഞ്ഞത്രേ. അങ്ങനെ പറഞ്ഞെങ്കിൽ പക്ഷെ അതിനുശേഷം ആ സ്ഥലം പലര് കൈമാറി, കാശ് കൊടുത്ത് വാങ്ങി, പിന്നെ ആധാരം ചെയ്തു, കരമടച്ചു, ഇങ്ങനെ സ്വന്തമായി വർഷങ്ങളായി അനുഭവിക്കുന്ന ആ ഭൂമി ഒരു സുപ്രഭാതത്തില് വഖഫ് ബോർഡ് പറയുകയാണ്, ഈ ഭൂമി വഖഫിൻ്റെതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. വി ബിലീവ്, വി ഹാവ് റീസൺസ് ടു ബിലീവ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വഖഫ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് റീസൺ ടു ബിലീവ് എന്നാണ്. അപ്പോ ഈ റീസൺ ടു ബിലീവ്, അപ്പൊ ഞങ്ങൾക്കിത് വഖഫിൻ്റെതാണെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഞങ്ങളുടെ സ്ഥലത്ത് എൻക്രോച്ച് ചെയ്തിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ സ്ഥലത്തിന്റെ ഉടമകൾ എൻക്രോച്ചേഴ്സ് ആയി മാറുന്നു. പക്ഷെ ആ മാറിയത് എങ്ങനെയാണ്? ലെജിസ്ലേഷനിലൂടെ. 1995 നടന്ന ലെജിസ്ലേഷൻ
പിന്നെ 2013 നടന്ന അതിന്റെ അമെൻമെന്റ്. ഈ രണ്ട് സംഭവങ്ങളിലൂടെ ഇപ്പോൾ ഇപ്പൊ ചെറായിലുള്ള വ്യക്തികളൊക്കെ എൻക്രോച്ചേഴ്സ് ആയി. ഇവിടെയാണ് ശരീഅത്ത് നിയമം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന ചോദ്യം ഉയരുന്നത്. ലെജിസ്ലേഷൻ നടത്തിയതിന്റെ ഗുരുതരമായ പ്രശ്നമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 1996 മെയ് മാസം ഇറങ്ങിപ്പോയതാണ് നരസിംഹറാവുവിന്റെ കോൺഗ്രസ് മന്ത്രിസഭ. അതിന് ഏതാണ്ട് 6 മാസം മുമ്പ്, കഷ്ടിച്ച 6 മാസം മുൻപ് 1995 നവംബർ മാസത്തിൽ ഇത് ഒരു നിയമമാക്കി മാറ്റുകയായിരുന്നു, 1995. ഇനി 2013 കാര്യം നോക്കുകയാണെങ്കിലും കോൺഗ്രസ് സർക്കാർ, അന്ന് മൻമോഹൻ സിംഗ് സർക്കാരാണ്, അതും ഇറങ്ങിപ്പോകുന്നതിന് വെറും 8 മാസം മുൻപ് 2013 അമെൻമെന്റ് നടത്തുന്നു. ആ അമെൻമെന്റിലാണ് ഈ എൻക്രോച്ചേഴ്സും അതുപോലെ എവിക്ഷൻ ഉള്ള സാധ്യതകളൊക്കെ അവിടെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോ ശരിയാണ്, ശരീഅത്ത് നിയമം അനുസരിച്ച് അത് ശരിയാണ്. പക്ഷെ പ്രശ്നം അതല്ല. ഭാരതത്തിന്റെ ഭരണഘടനയിലേക്ക് മറ്റുള്ള മതസ്ഥരെയും മറ്റുള്ളവരുടെ എല്ലാവരുടെയും മേൽ ശരീഅത്ത് നിയമം അടിച്ചേൽപ്പിക്കാൻ കോൺഗ്രസ് സർക്കാരിന് എന്ത് അവകാശമാണുള്ളത്? ഇപ്പോൾ ചെറായി മുനമ്പം പരിസരത്തുള്ള ക്രൈസ്തവരും ഹൈന്ദവരുമായ വ്യക്തികള് ഏതാണ്ട് 610ഓളം പട്ടയങ്ങള് ഇപ്പോൾ ഈ നിയമം കൊണ്ട് ബാധിച്ചിരിക്കുകയാണ്. അവരൊക്കെ എൻക്രോച്ചേഴ്സ് ആയി മാറിയിരിക്കുകയാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ പറയുന്ന ആ നിയമം അങ്ങനെ ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ലെജിസ്ലേഷന്റെ പ്രശ്നമാണ്. അപ്പോ ആ ലെജിസ്ലേഷന്റെ അത്തരത്തിലുള്ളൊരു ലെജിസ്ലേഷൻ മറ്റു മതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ 1995 നരസിംഹറാവു സർക്കാരിനും 2013 മൻമോഹൻ സിംഗ് സർക്കാരിനും എന്ത് അവകാശം? ഇതാണ് എന്റെ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയാണ്. ഓക്കെ, ഒപ്പം തന്നെ ഫാദർ ജോഷി മയ്യാറ്റിൽ, ഈ മറ്റ് പ്രധാനപ്പെട്ട ചില അപകടങ്ങൾ കൂടി അതിലില്ലേ? അതായത് ഇപ്പോൾ വഖഫ് ഒരു ഭൂമി, ഇപ്പോൾ എൻ്റെ ഒരു ഭൂമി വഖഫിൻ്റെതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്റേതാണെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത എനിക്കാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ വഖഫ് ഒരു ഭൂമിയിൽ മേൽ അവകാശം നടത്തി കഴിഞ്ഞാൽ അത് പിന്നെ സർവേ നടത്തേണ്ടത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ, അതായത് നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഗവൺമെന്റ് അത് സർവേ നടത്തേണ്ടത്. അതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു കാര്യമല്ലേ? അതായത് ഇതിനെതിരെ ഒരു നീതി തേടി നാം സമീപിക്കേണ്ടത് എന്റെ ഭൂമിയിൽ ഞാൻ എൻക്രോച്ച് ചെയ്തു എന്ന് അവകാശപ്പെട്ടവരുടെ അടുക്കലേക്ക് തന്നെയാണ് ഞാൻ നീതി തേടി പോകേണ്ടത്. അതായത് ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ അടുത്തേക്ക് ഒരു റിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാതെ മറ്റ് മേൽക്കോടതികളിലേക്ക് പോകാൻ സാധിക്കുകയില്ല. അതും ഒരു സ്വാഭാവിക നീതിയുടെ ഒരു നിഷേധം തന്നെ ഈ പറയുന്ന എറയുടെ മേൽ ചാർത്തപ്പെടുന്നു. അത് തീർച്ചയായും ഒരു കൊടിയ ഒരു നീതി നിഷേധം തന്നെയല്ലേ നാം ചിന്തിച്ചു നോക്കുമ്പോൾ? ഫാദർ ജോഷി മയ്യാറ്റിൽ. ശരിയാണ് ജോർജി, അത് വളരെ ശരിയാണ്. അത് നീതി നിഷേധം തന്നെയാണ്. പക്ഷെ അതിൻ്റെയും പിന്നിൽ കിടക്കുന്ന ചിന്ത ശരീഅത്ത് ലോ ആണ് ഇവിടുത്തെ ലോ, എല്ലാവരെയും ബാധിക്കുന്ന ലോ എന്ന തെറ്റായ മതേതരത്വത്തിന് നിരക്കാത്ത ചിന്താഗതിയാണ് അത്തരത്തിലുള്ള ആ ലെജിസ്ലേഷന് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നം അവിടെ ഉണ്ട്. ഇത് അനീതി തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിന്റെ പിന്നിലും കിടക്കുന്നത് ശരീഅത്ത് ലോ എല്ലാവർക്കും ബാധകം. ഇത് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അടിസ്ഥാനപരമായി ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട പ്രശ്നം മതേതര ഇന്ത്യയിൽ എങ്ങനെയാണ് ശരീഅത്ത് ലോ എല്ലാവർക്കും ബാധകമായി മാറുന്നത് എന്നതാണ് മുഖ്യമായ ചോദ്യം ജോർജി. യെസ്, അത് വളരെ പ്രസക്തമാണ്. ശ്രീ പി ജെ തോമസ്, നമുക്കറിയാവുന്നതുപോലെ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രത്യേകിച്ച് ഈ ചെറായി ആ ഒരു മുനമ്പം മേഖലയിൽ പാവപ്പെട്ട ജനങ്ങൾ, ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. പാവപ്പെട്ട ഒരു ജനവിഭാഗമാണ് അവിടെ ജീവിക്കുന്നത്. കാലാകാലങ്ങളായി അവർ
കരമടിക്കുന്നു, ഒരു സുപ്രഭാതത്തിൽ മനസ്സിലാക്കുന്നു ഈ ഭൂമിക്ക് മറ്റൊരു അവകാശിയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അവകാശവാദവുമായി മറ്റൊരു കൂട്ടർ വരുന്നു. ഷെക്കേന ന്യൂസ് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററിയിൽ നമ്മൾ ചിത്രീകരിച്ചപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ വഖഫ് എന്താണ്, അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഈ ഒരു വഖഫ്. ഈ പറയുന്ന ഈ വഖഫ് നമുക്ക് അതിന്റെ ചരിത്രമൊക്കെ അറിയാം. ഈ മൂസാ സേഠിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിലച്ചിരിക്കാത്ത നേരത്ത് ഇങ്ങനൊരു അവകാശവാദവുമായി മറ്റൊരു കൂട്ടർ കാലങ്ങളായി ഞാൻ താമസിക്കുന്ന ഒരു ഭൂമിയിൽ ഒരു അവകാശവാദം ഉന്നയിച്ചു വന്നപ്പോൾ ആ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പ്രതിസന്ധികൾ, അതിന്റെ ഒരു തീവ്രത അങ്ങൊന്ന് വ്യക്തമാക്കാമോ ശ്രീ ടിജി തോമസ്? സർ, അത് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സ്വത്തിനും അതേപോലെ തന്നെ ജീവനും സംരക്ഷണം നൽകുന്ന നമ്മുടെ ഭരണഘടന. എന്നാൽ ഈ അടുത്ത കാലത്ത് ചെറായി മേഖലയിൽ വന്നിട്ടുള്ള ഒരു സംഭവം അത് പാടെ മറന്നുകൊണ്ട്, നമുക്കറിയാം നേരത്തെ ജോർജ് സൂചിപ്പിച്ചതുപോലെ 1902 തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്ന് 404 ഏക്കർ ഭൂമി ദാനമായി ലഭിക്കുകയും അത് പിന്നെ വഖഫ് നൽകുന്ന സ്ഥിതിയിലേക്ക് വരികയും അതിൽ നിന്ന് ഈ വഖഫ് ചെയ്യുന്ന സമയത്ത് തന്നെ മത്സ്യത്തൊഴിലാളികൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ജാതി മത ഭേദമന്യേയുള്ള മത്സ്യത്തൊഴിലാളികളാണ് തീരദേശങ്ങളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തീരദേശങ്ങളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ സ്വത്ത് ബാക്കി വെച്ചിട്ടാണ് അന്ന് തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്ന് ഈ വഖഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 404 ഏക്കർ ഭൂമി വിട്ടുകൊടുക്കുന്നത്. ഈ ഫറൂഖ് കോളേജിന് ഇത് കൊടുക്കുമ്പോൾ 1950 അന്ന് ഒരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം 116 ഏക്കർ ഭൂമിയും 60 സെന്റ്, 116 ഏക്കർ ഭൂമിയും 60 ഏക്കർ ഭൂമിയും വെള്ളത്തിലുമാണ്. പണ്ടത്തെ തീരപ്രദേശം നമുക്കറിയാലോ എത്രമാത്രം തീരദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് തീരം വളരെ എടുത്തുപോയി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ ഭൂമി മിക്കവാറും കടലെടുത്തു പോയ ഭൂമിയായിരിക്കാം. എങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ അന്നത്തെ നിയമപ്രകാരം വഖഫ് ഉദ്ദേശിച്ചിട്ടുള്ള പണം കയ്യിൽ കൊടുത്ത് പട്ടയം വാങ്ങി തീരാധാരമുള്ള വ്യക്തികളെയാണ് നാളെ സുപ്രഭാതത്തിൽ നിങ്ങൾ അവിടെ താമസിക്കാൻ പാടില്ല, ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് കേരളത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളല്ലാതെ വേറെ എവിടെയാണ് നടക്കുക? ഇതുവരെ ഇന്ന് അതേവേണ്ടി ശബ്ദമുയർത്താൻ ഇപ്പൊ ഷെക്കീന ചാനല്, ജോഷി മേലച്ചനെ പോലെയുള്ള സാമൂഹിക സ്നേഹികൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ടെങ്കിലും യഥാർത്ഥമായ വിഷയത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ലെന്നുള്ളതാണ്. എന്താണ് സംഭവം? നമ്മൾ വർഷങ്ങളായി കയ്യിൽ വെച്ചിരുന്ന ഭൂമി നമ്മൾ പണം കൊടുത്ത് തീരാവകാശമായി ലഭിച്ചതും, അതുപോലെ തന്നെ കുടികിടപ്പ് കിട്ടിയ ഭൂമി, അന്ന് കുടികിടപ്പിന് 20 പൈസയോ 10 പൈസയോ 20 രൂപയായിരുന്നു വില, അത് കൊടുക്കുകയും ബാക്കി ഇഷ്ടമുള്ള പൈസ മത്സ്യത്തൊഴിലാളികൾ കൊടുത്ത് തീറാക്കിയതാണ്. അങ്ങനെ തീറാക്കിയ ഭൂമിയാണ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളെ സുപ്രഭാതത്തിൽ വരുന്നത്. വഖഫ് ബോർഡ് ചെയ്യേണ്ടത് അവരുടെ ഭൂമി എവിടെയാണെന്ന് അന്വേഷിക്കണം. അല്ലാതെ എന്റെ ഉണ്ടായിരുന്ന ഭൂമി ഈ കാണുന്നതാണ് എന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചത്തേക്ക് കയറുന്ന രീതി, ഇവിടെ വ്യക്തമായ ഒരു രാഷ്ട്രീയ അജണ്ട അതിലുണ്ടോ എന്ന് സംശയിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആ നിയമനിർമ്മാണ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാര് യാതൊരു അന്വേഷണമോ ഇവരോട് ചോദ്യം ചെയ്യലും കൂടാതെ ഇവര് കരമെടുക്കുന്നതിനുള്ള അവകാശത്തെ നിരോധിക്കപ്പെട്ടത്. അപ്പൊ കരമെടുക്കുന്നതിനുള്ള അവകാശം നിരോധിക്കപ്പെടുമ്പോൾ അർത്ഥം ആ ഭൂമി എന്റേതല്ലെന്നാണ്. ഈ ഭൂമി കാലാകാലങ്ങളായി പല വ്യക്തികളിലൂടെ കൈമാറിയിട്ടുണ്ട്. അങ്ങനെ കൈമാറുമ്പോൾ നമുക്കറിയാം, ഒരു ഭൂമി വേറൊരാൾക്ക് കൈമാറണമെങ്കിൽ നിയമപ്രദമായി പട്ടയം, മുന്നാധാരം, തീറാധാരം ഇതൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭൂമിയാണ് എന്ന് പറയുന്നത് ഇത് വഖഫ് ബോർഡിന്റേതാണ് എന്ന് പറയുന്നത്. ചരിത്രങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ ജോർജ് സൂചിപ്പിച്ചതുപോലെ മൂസാ സേഠിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും അതിനെ പിന്തുടരുന്ന അവകാശികൾ വന്ന് അതിനെ ബാക്കിയുള്ള ഭൂമി കോളേജിന് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭൂമി ആണ് ഇവർക്ക് അവകാശമായി ഇവർ ഉന്നയിക്കുന്നത്. അന്ന് കോളേജിന് ആവശ്യമായ പണം സ്വരൂപിക്കാൻ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഭൂമി കൊടുക്കുകയും ആ പണം ഉപയോഗിച്ചിട്ടാണ് വഖഫ് ബോർഡ് അന്ന് TTC ആരംഭിച്ചതെന്ന് ചരിത്രം പോലെ നമുക്ക് വ്യക്തമാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ അവകാശപ്പെടുന്ന ഈ ഭൂമിയെ അവർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള, നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഓരോ വഖഫ് നിയമങ്ങളും അത് ന്യൂനപക്ഷങ്ങളുടെ മേൽ കുതിര കയറാൻ തക്ക വിധത്തിൽ ആർക്കോ ചില ഒത്താശ ചെയ്തു കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. കോട്ടപ്പള്ളി രൂപതയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ
ഏരിയ ഉള്ള ഒരു പ്രദേശമാണ് ഈ പള്ളിപ്പുറം മേഖലയിലെ ചെറായി തുടങ്ങി കാര വരെയുള്ള പ്രദേശങ്ങൾ. അപ്പൊ ഇതിനകത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ നാളെ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷത്തിൽ ആണ് ആ ജനങ്ങൾ. ഏതാണ്ട് 650-നും 700-നും ഇടയിൽ കുടുംബങ്ങളാണ്. അതിനകത്ത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ മതത്തിൽപ്പെട്ട ജനങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വഖഫ് ബോർഡിന്റെ ശരിയത്ത് നിയമങ്ങളൊക്കെ ഒരിക്കൽ ശരിയാണെങ്കിൽ അത് എന്നും ശരിയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതല്ലേ എന്നാണ് എന്റെ ഒരു ആശങ്ക. ഓക്കെ. ഒപ്പം തന്നെ ശ്രീ പി ജെ തോമസ്, ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാം നിലവിലെ നിയമത്തിന്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതിന്റെ ഒരു പരിമിതി നമുക്കറിയാം. ഈ ഒരു വഖഫ് ഒരു അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ വഖഫ് ട്രൈബ്യൂണലിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇതിന്റെ ഒരു അപ്പീലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടത്. അപ്പീലില് തീരുമാനം ഇന്ന സമയത്തിനുള്ളിൽ തീരുമാനം എടുക്കാം എന്നൊരു ബാധ്യത വഖഫിനില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഈ പാവപ്പെട്ട ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവരും ഹൈന്ദവരുമായിട്ട് നിരവധി പേർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കൊടിയ നീതി നിഷേധം അവർ നേരിടുമ്പോൾ ഏതെല്ലാം ഒരു നിയമപരമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെയാണ് കോട്ടപ്പുറം രൂപത ഈ ഒരു വിഷയത്തെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്? അഭിമന്യ പിതാവും രൂപത നേതൃത്വവുമെല്ലാം ഇതിനെ വളരെ ഗൗരവമായി കാണുകയും മുഖ്യമന്ത്രിയുടെ അടുക്കൽ പോലും ഇതിനെക്കുറിച്ചുള്ള പിതാവിന്റെ എല്ലാവിധ ആകുലതകളും ഇതിന്റെ ആശങ്കയൊക്കെ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായി ഒരു നിയമനിർമ്മാണത്തിന് പോകുന്നതിന് വഖഫ് പോലെയുള്ള വലിയ ഒരു പ്രസ്ഥാനത്തോട് മത്സരിക്കാൻ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എത്രമാത്രം സാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ കോടതിയുടെ വ്യവഹാരങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇപ്പൊ തന്നെ ആ കുട്ടികളുടെ ജീവിതവും അവരുടെ വിവാഹപ്രായം എത്തിയവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നതിന് വസ്തു പണയം വയ്ക്കുന്നതിന് ഒന്നും നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആശങ്കയിൽ ഇവർ കോടതിയിലേക്ക് ഒരു വ്യാപഹാരമായി പോയി കഴിഞ്ഞാൽ അനന്തനാൾ ഇത് നീണ്ടുപോകില്ല എന്ന ആശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇത് സ്വാഭാവികമായും ആരൊക്കെയാണോ വർഷങ്ങളായി കൈവച്ചുകൊണ്ടിരിക്കുന്നത്, ആരുടെ കയ്യിലൊക്കെ പട്ടയവും അവരുടെ ഭൂമിയും ഉണ്ടോ അവർക്ക് തന്നെ അനുഭവിക്കാൻ അവകാശമുണ്ടല്ലോ. അത് കോടതി എന്തുകൊണ്ട് അത് കണ്ടെത്തുന്നില്ല? കോടതി കണ്ടെത്തേണ്ടത് എന്റെ കയ്യിൽ കുറേയധികം ഭൂമി ഉണ്ടായിരുന്നു, കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഭൂമി നോക്കിയപ്പോൾ കാണുന്നില്ല, അത് ഇവരുടേതാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ചിന്ത അത് ശരിയാണോ എന്നാണ് പൊതുസമൂഹം ചിന്തിക്കേണ്ടത്. അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചത്. 440 ഏക്കർ ഭൂമി വഖഫിനുണ്ടായിരുന്നുവെങ്കിൽ 1902 തിരുവിതാംകൂർ മഹാരാജാവ് ഇഷ്ടദാനമായി കൊടുക്കുന്നത്. അപ്പൊ അന്ന് കൊടുക്കുന്ന ഭൂമി അന്നത്തെ കടൽ തീരം എങ്ങനെയായിരുന്നു? ആ കടൽ തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജീവിക്കാനുള്ള ഭൂമിയൊക്കെ ഒഴിച്ചിട്ടിട്ടാണ് എന്ന് പ്രത്യേകം അനുശാസിക്കുന്നുണ്ട്. അതത് പട്ടയം ഇവരുടെ കയ്യിലുണ്ട്, അന്നത്തെ തീരാധാരത്തിന്റെ കോപ്പി ഇവരുടെ കയ്യിലുണ്ട്. എങ്ങനെയെങ്കിൽ ഇതൊരു കോടതി വ്യവഹാരത്തിലേക്ക് പോയാൽ ഈ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്ക കൂടി ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഫാദർ ജോഷി മയ്യാറ്റിൽ, നമുക്കറിയാം ഈ മുനമ്പം അല്ലെങ്കിൽ ചെറായി പ്രദേശത്ത് ഇപ്പോൾ ഈ കേരളത്തിൽ ഇവർ നടത്തുന്ന ഈ ഒരു അധിനിവേശ ശ്രമം, അതിനെ നമുക്കൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുമോ? അതായത് ഈ ഒരു വിഷയത്തോട് ഒരു ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ജനങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് ഈ ഒരു വിഷയത്തെ നമുക്ക് സമീപിക്കാൻ സാധിക്കും. ഞാൻ ചോദിക്കാൻ മറ്റൊരു കാരണമുണ്ട്. നമുക്കറിയാം 1980-കളിലാണ് ഈ ഫറൂഖ് കോളേജ്, ഈ തീരദേശ ആ നിയമമൊക്കെ വന്നപ്പോൾ ആ ഭൂമിയൊക്കെ വിറ്റിട്ട് അവർ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിലാണ് ഈ മൂസ സേഠിന്റെ ബന്ധുക്കളെ കൊണ്ടുവന്ന ഈ വഖഫ് ഭൂമിയാണ് എന്ന തരത്തിലേക്ക് ഒരു അജണ്ടയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? ഫാദർ ജോഷി മയ്യാറ്റിൽ. ഇത് ടെസ്റ്റ് ഡോസ് എന്ന രീതിയിലല്ല ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഇത് അടിസ്ഥാനപരമായി നമ്മുടെ ഇന്ത്യയിലെ നിയമ നിർമ്മാണത്തിലൂടെ വന്ന ഒരു സംഗതിയുടെ പ്രായോഗികമായ നടത്തിപ്പാണിത്. ജോർജ്, നമ്മൾ ഇതിനെ കാണേണ്ടത് വെറുതെ ഒരു കേരളത്തിന്റെ വിഷയമായിട്ടോ അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്, അല്ലെങ്കിൽ ചെറായിയുടെ ഒരു വിഷയമായിട്ടോ അല്ല കാണേണ്ടത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ഒരു വളരെ ഗുരുതരമായ ലെജിസ്ലേഷനിൽ വന്നിട്ടുള്ള പ്രശ്നമായിട്ട് തന്നെയാണ്. ജോർജ് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചായിരുന്നോ? അതായത് എറണാകുളം ലോകസഭാ മണ്ഡലത്തിലെ MP ആയിട്ടുള്ള ശ്രീ ഹൈബി ഈഡന്റെ ഒരു പ്രസ്താവന ഇറങ്ങിയായിരുന്നു. അത് ശ്രദ്ധിച്ചായിരുന്നു? വളരെ രസകരമാണ്. ആ പ്രസ്താവനയുടെ ഏറ്റവും ഒടുവിലത്തെ സെന്റൻസ് എന്താണെന്ന് അറിയാവോ? ആ സെന്റൻസ് ഇങ്ങനെയാണ്, ഞാൻ വായിക്കുകയാണ്. നിയമത്തിന്റെ ചട്ടവട്ടങ്ങൾക്കപ്പുറത്ത്
മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു സമീപനം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവർ കൈക്കൊള്ളും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ആ സെന്റൻസ് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണണം. നിയമത്തിന്റെ ചട്ടവട്ടങ്ങൾക്കപ്പുറത്ത്, അതായത് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗമാണ് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ലോകസഭ നിയമനിർമ്മാണം നടത്തുന്ന പാർലമെന്റിന്റെ അംഗം, അതും ഈ ചെറായി പരിസരം ഉൾക്കൊള്ളുന്ന എറണാകുളം മണ്ഡലത്തിലെ MP ആണ് ഈ സംസാരിക്കുന്നത്, എഴുതിയിരിക്കുന്നതെന്ന് ഓർക്കണം. നിയമത്തിന്റെ ചട്ടവട്ടങ്ങൾക്കപ്പുറത്ത്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? നിലവിലുള്ള നിയമങ്ങൾ വെച്ച് നോക്കിയാൽ ചെറായിക്കാർക്ക് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ വളരെ കൃത്യമായും അതിന്റെ അർത്ഥം അത് തന്നെയാണ്. അതായത് നിയമത്തിന്റെ ചട്ടവട്ടങ്ങൾ, അതായത് ഞങ്ങൾ നിയമം ഉണ്ടാക്കി, ഞങ്ങള് ശരീഅത്തിന് അനുകൂലമായ, ശരീഅത്തിനെ ഇന്ത്യയുടെ നിയമമാക്കിക്കൊണ്ട് ഞങ്ങൾ ഒരു ലെജിസ്ലേഷൻ നടത്തിയിരിക്കുന്നു. ഇനിയിപ്പോ ആരുടെ കയ്യില? ജുഡീഷ്യറിയുടെ കയ്യില. അതാണ് ബന്ധപ്പെട്ടവർ. ആരായി ബന്ധപ്പെട്ടവർ? കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം ഇതുവരെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ബന്ധപ്പെട്ടവർ ആരാ? ജുഡീഷ്യറി. ഇനി ജുഡീഷ്യറി എന്ത് ചെയ്യണം എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്? അതായത് ഈ ലെജിസ്ലേഷനൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ശരിയാണ്, വലിയൊരു പാതകമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ പാതകത്തെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കാതെ നിയമമൊക്കെ അങ്ങോട്ട് മറന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണം. അതിന്റെ അർത്ഥം ഞങ്ങൾ ലെജിസ്ലേഷൻ നടത്തിയിട്ടുള്ളത് മനുഷ്യാവകാശ ലംഘനം നടത്തിക്കൊണ്ടാണ് എന്നാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. അതായത് ഈ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമം മനുഷ്യ അവകാശങ്ങളെ ലംഘിക്കുന്ന നിയമമാണ്. ദയവ് ചെയ്ത് കോടതി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം നിങ്ങൾ എടുക്കണമേ. ഞങ്ങൾ നടത്തിയ ലെജിസ്ലേഷനിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിനെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെ തൊടാനോ ഇനി അത് ഭേദഗതി ചെയ്യാനോ ഞങ്ങൾ സമ്മതിക്കില്ല. മറിച്ച് കോടതി, ബഹുമാനപ്പെട്ട കോടതി എന്ത് ചെയ്യണം? ഈ ചെറായിയിലെ മനുഷ്യരോട് വളരെ ദയോടുകൂടി പെരുമാറി അങ്ങനെ അവര് ബന്ധപ്പെട്ടവർ കൈക്കൊള്ളും എന്ന പ്രതീക്ഷയാണ് എനിക്ക് ഉള്ളത്. ഒരു MP-യുടെ സെന്റൻസാണ്. വളരെ കഷ്ടം തോന്നുന്നു, വളരെ വളരെ കഷ്ടം തോന്നുന്നു. അപ്പോ ഇതിനെ ഞാൻ ഒരു ടെസ്റ്റ് ഡോസ് എന്നൊക്കെ പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല. ഇത് അതിഗുരുതരമായ ടെസ്റ്റ് ഡോസ് എന്നൊക്കെ പറയുന്നത് ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട ആരോ താല്പര്യമുള്ളവർ ചെയ്യുന്നേ പറയുള്ളൂ. അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം ലെജിസ്ലേഷനിൽ വന്നുപോയ വലിയ അപകടമാണ്. അത് മനുഷ്യാവകാശ ലംഘനമാണ്. ആ മനുഷ്യാവകാശ ലംഘനം ഇപ്പോൾ ചെറായിയിലെ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നാട്ടുകാർക്ക് മുഴുവൻ ഇത് മനസ്സിലായിരിക്കുന്നു. ഇത് സംസാരിക്കാനുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ ലോക്സഭയിൽ ഇതിനുള്ള ഭേദഗതി നടത്താനായി BJP ഗവൺമെന്റ് എത്ര ദുഷ്ട ഉദ്ദേശത്തോടെയാണെങ്കിലും ശരിയാണ്. BJP ഗവൺമെന്റിന് ന്യൂനപക്ഷ വിഷയത്തിൽ എപ്പോഴും ഒരു അനാവശ്യമായ കടന്നുകയറ്റമുണ്ട്. പക്ഷെ ഇവിടെ അതേസമയം ഈ വിഷയം സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായും മനുഷ്യാവകാശ ലംഘനത്തെ അതിനെ തിരുത്താനുള്ള ഗോൾഡൻ ചാൻസാണ്. ഒരു വളരെ ഗോൾഡൻ ടൈമാണ്. അതുകൊണ്ട് സത്യത്തിൽ പാർലമെന്റിൽ എറണാകുളം MP എഴുന്നേറ്റ് നിന്ന് പറയേണ്ടതായിരുന്നു, എന്റെ മണ്ഡലത്തിലെ മനുഷ്യര് ഇപ്പോൾ ഈ നിയമം മൂലം ഒത്തിരിയേറെ സഹിക്കുകയാണ്, മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നു. അതുകൊണ്ട് ഈ നിയമം ശരിയായ രീതിയിൽ തിരുത്തപ്പെടണം. മോദിയുടെ മനസ്സിലുള്ളത് പോലെയുള്ള രീതിയിലല്ല, ശരിയായ രീതിയിൽ തിരുത്തപ്പെടണം എന്ന് അദ്ദേഹം എഴുന്നേറ്റെന്ന് പറയട്ടെ. അവിടെ ലോക്സഭയിൽ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അദ്ദേഹം നിശബ്ദനായി നിന്നു. ആ നിശബ്ദത വലിയൊരു ചതിയാണ്. അതിനെ ഇതുപോലുള്ള ഒരു കുറിപ്പ് കൊണ്ടൊക്കെ മറച്ചുവെക്കാം എന്ന് കരുതുന്നത് വലിയ അബദ്ധമാണ്.
ഓക്കെ. ഒപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ. ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഈ 1995 ഒരു ഭേദഗതി, 2013 നിയമ ഭേദഗതി, ഈ 2013 രണ്ടാം UPA സർക്കാർ ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഡൽഹിയിലെ നിരവധി ഒരു പ്രൈം ആയിട്ടുള്ള പ്ലോട്ടുകൾ ഈ വഖഫിന് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പിന്നീട് ഇതിന്റെ തുടക്കം നമുക്കറിയാം 1954 നെഹ്റുവിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഭൂമിയൊക്കെ വഖഫിന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു, ഈ ലെജിസ്ലേഷൻ വഴി സംഭവിച്ച ഒരു അപകടം, ഈ ഒരു വോട്ട് ബാങ്ക് ഒരു പൊളിറ്റിക്സ് എത്രത്തോളം ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം, അതായത് ഒരു പ്രീണന രാഷ്ട്രീയം എത്രത്തോളം ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം ഈ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത്, ഒരു രാജ്യത്ത് സൃഷ്ടിക്കും എന്നതിന്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണം തന്നെയല്ലേ ഈ വഖഫുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്ന ഈ നിയമ ഭേദഗതികളൊക്കെ? വളരെ ശരിയാണ്, അത് വളരെ വളരെ ശരിയാണ്. 1995 വഖഫ് ആക്ട് ആയാലും 2013 വഖഫ് അമെൻമെന്റ് ആയാലും ഈ രണ്ടു സംഗതികളും ന്യൂനപക്ഷ പ്രീണനം അല്ല, അങ്ങനെയല്ല, കൃത്യമായിട്ട് പറഞ്ഞാൽ മുസ്ലിം പ്രീണനം ലക്ഷ്യമാക്കി കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നത് തന്നെയാണ്. അത് എത്ര ഭയാനകമാണ്, എത്ര ഭീകരമാണ്, എത്ര വലിയ മനുഷ്യാവകാശ ലംഘനത്തിന് ആ ഒരു ലെജിസ്ലേഷൻ ഇടയാക്കുന്നു. ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടായിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ബോധപൂർവം കോൺഗ്രസ് സർക്കാർ മറ്റ് ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ഭൂരിപക്ഷത്തെ തന്നെയും, ഹൈന്ദവരെയും ക്രൈസ്തവരെയും എല്ലാവരെയും ചവിട്ടി മെതിക്കാനായി ഒരു വളരെ ബുദ്ധിയില്ലാത്ത രീതിയിലുള്ള ലെജിസ്ലേഷൻ നടത്തി വച്ചിരിക്കുകയാണ്. ഇത് തിരുത്തപ്പെടുക തന്നെ വേണം. അത് ശക്തികൾ ആഗ്രഹിക്കുന്നത് പോലെ ആകണമെന്ന് ഒരു നിർബന്ധമില്ല. മോദി സർക്കാർ പലപ്പോഴും കാണിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധത അതിവിടെ നടപ്പാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഇപ്പോൾ സംയുക്ത സമിതിയുടെ, പാർലമെന്ററി സമിതിയുടെ, JPC-യുടെ കയ്യിലാണ് ഈ ഇപ്പോൾ ചർച്ചയ്ക്കാണ് വന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ചർച്ച ആരംഭിക്കും. അവിടെ ഗൗരവമായിട്ട് ഇടപെടാൻ അത് കോൺഗ്രസ് പാർട്ടി തന്നെ ഇടപെടണം. കടിച്ച പാമ്പ് തന്നെ വിഷമിറക്കണം. അതിന് വളരെ പ്രധാനമായും എറണാകുളത്തെ MP-യുടെ പ്രത്യേക താല്പര്യം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ KC വേണുഗോപാലിന്റെ പ്രത്യേകമായി ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേകമായി ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനുഷ്യാവകാശ ലംഘനത്തിന് വഴിയൊരുക്കിയിട്ടുള്ള ഈ ലെജിസ്ലേഷനിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPM ഇതിനു വേണ്ടി ശക്തമായി സ്വരമുയർത്തിക്കൊണ്ട് മുന്നോട്ട് വരണം എന്നുകൂടി എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. ഓക്കെ, ശ്രീ PJ തോമസ്, അച്ഛൻ പറഞ്ഞു നിർത്തിയ ആ ഒരു പോയിന്റാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിഷയം അവിടെ ഉണ്ടായപ്പോൾ, പ്രത്യേകിച്ച് നൂറുകണക്കിന് കുടുംബങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഈ ഒരു വിഷയം ആ മേഖലയിൽ ഉണ്ടായപ്പോൾ, ആ ഒരു പ്രദേശത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു ശ്രീ PJ തോമസ്? അതിനിടയിലൊന്ന് പറയട്ടെ ജോർജ് സാറെ, നമ്മുടെ ജോഷി മയ്യാലത്തിൽ സൂചിപ്പിച്ചതുപോലെ MP-യുടെ ഇടപെടലിന്റെ അവസാന വാചകത്തെയാണ് ജോഷി മയ്യാലച്ചൻ സൂചിപ്പിച്ചത്. ലെജിസ്ലേറ്റീവിന്റെ കടന്നുകയറ്റം, അതായത് നിയമപരമായി നമുക്ക് കിട്ടേണ്ട അവകാശത്തെ MP അവിടെ അവതരിപ്പിച്ചത് ഒരു കോംപ്രമൈസിലൂടെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരു വാചകമാണ് അവസാനകാലമായി സൂചിപ്പിച്ചത്. ആ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വം ഒറ്റക്കെട്ടായി ആ മത്സ്യത്തൊഴിലാളികൾക്ക് അവർ കാലാകാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി അവർക്ക് തന്നെ ലഭിക്കണം, അത് നിയമപരമായി തന്നെ ലഭിക്കണം. അതോടൊപ്പം പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി. അപ്പൊ രാഷ്ട്രീയ നേതൃത്വം ഒന്നാകെ ഒറ്റക്കെട്ടായി അവിടെ ഒരിക്കൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഒരു സംഗമം കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും ഭരണകക്ഷി ആൾക്കാരും ഒക്കെ പങ്കെടുത്തുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നീങ്ങും എന്ന് തന്നെയാണ് ആ ഒരു പ്രതിഷേധ പരിപാടിയിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ ഇതിനകത്ത് മത്സ്യത്തൊഴിലാളികള് മെജോറിറ്റി അംഗങ്ങൾ കോട്ടപ്പൽ രൂപത അംഗങ്ങളാണ്, അതോടൊപ്പം ക്രൈസ്തവരുമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക അവസ്ഥയും അവരുടെ കോണ്ടാക്റ്റും ഒക്കെ നമുക്കറിയാം. അപ്പൊ അവരെ എത്രമാത്രം മുന്നിലേക്ക് കൊണ്ടുവരുവാൻ നിയമപരമായി എങ്ങനെ പോരാടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ആശങ്കയിലാണ് നമ്മളൊക്കെ. ഞാനൊക്കെ ആ ഒരു ആശങ്കയിലാണ്.
നമ്മൾ നിയമനിർമ്മാണമായി പോയി കഴിഞ്ഞാൽ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച ലെജിസ്ലേറ്റീവിന്റെ അല്ലെങ്കിൽ കോടതി വ്യവഹാരത്തിൽ കുറെ നോട്ടുകൾ എന്റെ കയ്യിലുണ്ട്, കോടതി വിധികൾ വന്നിട്ടുണ്ട്. ആ വിധികൾ ഇപ്പോ വഖഫിന് അനുകൂലമായി നിൽക്കുമ്പോൾ നമ്മളുടെ മക്കൾ നിയമപരമായി കിട്ടേണ്ട സംരക്ഷണം ലഭിക്കേണ്ടത് ഈ ലെജിസ്ലേറ്റീവ് നിന്നാണ്. അതിനാരും മുൻകൈ എടുക്കും? ഇത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നിയമനിർമ്മാണം നടത്താൻ തക്ക വിധത്തിലുള്ള കപ്പാസിറ്റിയുള്ള ഒരു സമൂഹമായി അത് മാറുമ്പോഴാണ് അങ്ങനെയുള്ള ആ തെറ്റുകളിനെ ആവർത്തിക്കാതിരിക്കുള്ളൂ. ഇപ്പോ വന്നിരിക്കുന്ന തെറ്റിന് അത് ബോധപൂർവ്വം ഉണ്ടാക്കിയ തെറ്റാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുന്നതോടൊപ്പം തന്നെ കോട്ടപ്പുറം രൂപതയുടെ മക്കളുടെ ഒരു ആവശ്യമായി കണ്ടുകൊണ്ട് തന്നെ പിതാവ് അടക്കം അതിനകത്ത് മുൻപന്തിയിലുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെ ഇതിന് ചർച്ചയ്ക്ക് തയ്യാറാണ്. ഓക്കെ, ശ്രീ ബിജു തോമസും ഈ വഖഫുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എങ്കിൽ പോലും ഈ തീരദേശത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയം ഒന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ തീരദേശത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഒരു ലക്ഷ്യം വെച്ച് ഒരു കുടിയേർക്ക് ഒരു അജണ്ടയോട് കൂടി ഒരു ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം വിഴിഞ്ഞം ആ ഒരു പ്രശ്നം നമുക്കറിയാം. അവിടെ തീരശോഷണവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിലുള്ള പ്രശ്നം നേരിടുന്നു. പലർക്കും തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുന്നു, തങ്ങൾ ജനിച്ചു വളർന്ന വീടൊക്കെ കടലെടുക്കുന്ന അവസ്ഥ. അത്തരത്തിൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥ ഗുരുതരമായി ബാധിക്കപ്പെടുന്നു. ഇത്തരത്തിൽ നമ്മൾ ഈ ചെല്ലാനം മുനമ്പം പോലുള്ള പ്രദേശത്ത് തീരം വെച്ചു കഴിയുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള അധിനിവേശ ശക്തികൾ അവിടെ ശക്തി പ്രാപിക്കുന്നു, അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അവകാശവാദവുമായിട്ട് വന്ന് അവിടുത്തെ ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ തീരദേശത്തെ പാവപ്പെട്ട ഈ ഒരു ജനങ്ങൾ അവിടെ നിന്നും കുടിയിറക്കപ്പെടണം എന്നത് ഒരു ആരുടെയെങ്കിലും ഒരു അജണ്ടയാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ശ്രീ പി ജെ തോമസ്. തീർച്ചയായും ജോർജ് സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. സമരത്തില് മത്സ്യത്തൊഴിലാളികൾ പങ്കെടുത്തത് നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവരും കേരളം മുഴുവൻ കണ്ടതാണ്. അപ്പൊ തീരദേശത്തിന്റെ വിഴിഞ്ഞം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു തീരദേശ ഹൈവേ കൂടി വരികയാണിപ്പോ. ഒരു വശത്ത് തീരെ ശോഷണം ഉണ്ടാകുമ്പോൾ മറുവശത്ത് ഉള്ള തീരത്ത് കൂടെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഒരു തീരദേശ ഹൈവേ കൂടി കേരള ഗവൺമെന്റ് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോ ഇതിനകത്ത് മത്സ്യത്തൊഴിലാളികളെ ഏതെങ്കിലും വിധത്തിൽ അട്ടിപ്പായിച്ചുകൊണ്ട് അവിടേക്ക് ഭൂമാഫിയകൾക്ക് വികസനം എന്നത് പറഞ്ഞുകൊണ്ട് വിനോദസഞ്ചാര മേഖലകളും ബ്യൂട്ടി പാർലറുകളും അതിനിടയിൽ തന്നെ വിഴിഞ്ഞത്തിന് ഇപ്പുറം മാറി പണ്ട് നമ്മള് ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തിന്റെ ആ പോർട്ടുകളൊന്നും ഒരു സ്ഥലത്തുമില്ല. അവിടെ നിങ്ങൾ പോരുമ്പോൾ ഓരോ തീരദേശവും കടലെടുത്ത് പോവുകയാണ്. അപ്പോ വിഴിഞ്ഞത്തിന്റെ അശാസ്ത്രീയമായിട്ടുള്ള ആ നിർമ്മാണം തീരദേശ മേഖലയെ ഒന്നാകെ ബാധിക്കുന്നു എന്ന് ഗവൺമെന്റിനറിയാം. തീർച്ചയായിട്ടും അറിയാം. അതിന്റെ പഠന കേന്ദ്രങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ട് അവര് ഒരു നിവേദനം സമർപ്പിച്ചപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളിൽ എങ്ങനെ ശാസ്ത്രജ്ഞന്മാർ എന്നാണ് ഗവൺമെന്റ് ചോദിച്ചത്. കാരണം ഞാൻ വിഴിഞ്ഞ സമരത്തിൽ ഞാൻ പങ്കെടുത്ത ഒരാളാണ്. വിഴിഞ്ഞ സമരത്തിലെ തുടക്കം മുതൽ അവസാന ഘട്ടം വരെ ഉണ്ടായ ഒരാളാണ്. ആ നിലക്ക് പല വിധത്തിൽ ആ വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് നടന്ന സിംബോസിയങ്ങളിലൊക്കെ നമ്മൾ കൊടുത്ത കടൽ എന്ന സംഘടന ലത്തീൻ സമുദായത്തിന്റെ ഒക്കെ നേതൃത്വത്തിലുണ്ട്. അവർ കൊടുത്ത ഒരു പാക്കേജ്, ആ പാക്കേജിലൊക്കെ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളെ ആട്ടിപ്പായിച്ചാൽ അവർ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അവർ ചോദിക്കാനോ ആരുമില്ല. നിങ്ങൾ എന്തിനെ കടലിൽ പോയി താമസിക്കുന്നു എന്നൊക്കെയാണ് ചോദിക്കണേ. കടലിൽ കയറുമല്ലോ, കടലിൽ കയറുന്ന ആൾക്കാരെ കടലിൽ അവിടുന്ന് മാറി നിങ്ങൾ താമസിച്ചുകൂടെ ചോദിക്കാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വനവാസികൾക്കാണെങ്കിൽ കടൽ തീരം കടലിലെ മത്സ്യത്തൊഴിലാളികൾ കൊടുക്കണ്ടേ? അപ്പൊ ആ ഒരു ആശയം കൂടി കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടണം. ആ മത്സ്യത്തൊഴിലാളി അവിടെ ആവാസ ജീവിത മേഖലയിൽ ശ്രീ ജോസഫ് ബെന്നി, നമ്മുടെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ വഖഫ് ബോർഡ് എത്രത്തോളം അവർ നടത്തുന്ന ഒരു അധിനിവേശം ഒരു പ്രദേശത്തെ ഒരു ജനങ്ങളെ ബാധിക്കും എന്നതിന്റെ കേരളത്തിലെ ഒരു ഉദാഹരണമാണ് പറയുന്ന ചെറായിലും മുനമ്പത്തിലെയും ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അവിടുത്തെ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ ഈ ചെറായിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു നേർചിത്രം അങ്ങൊന്ന് പങ്കുവെക്കാവോ ശ്രീ ജോസഫ് ബെന്നി? ഞങ്ങൾ പറഞ്ഞതുപോലെ 150 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ തീരദേശത്ത് താമസിക്കുന്നവരാണ്. അതിനുശേഷം കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ മത്സ്യത്തൊഴിൽ മാത്രം ഉപജീവനമാർഗമാക്കി നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് 1950കളിൽ, ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല, 50കളിലെ സിദ്ദിഖ് സേട്ടു ഈ ഭൂമി ഫറൂഖ് കോളേജിന് കൊടുത്തു എന്നാണ് പറയണത്. അതിനുശേഷം 51-ൽ ഫറൂഖ് കോളേജ് പട്ടയം പിടിക്കുന്നു.
തുടർന്ന് 1953 മുതൽ ഇവിടത്തെയുള്ള ആളുകളെ പല ക്രിമിനൽ കേസുകളിലും പെടുത്തി അവർ ജയിൽ വാസം വരെ അനുഭവിച്ചിട്ടുണ്ട്. തുടർന്ന് 1962 53/35/62 എന്ന് പറയുന്ന അഡീഷണൽ കോടതിയിൽ കേസ് നടത്തി. 53/67 സബ് കോടതിയിൽ കേസ് നടത്തി. AS 600/71 എന്ന രീതിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും കേസ് നടത്തി. പിന്നീട് അതിന് 75 ശേഷം ഇത് ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണ് എന്ന്, അവർക്ക് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണ് എന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുമുണ്ടായി. പിന്നീട് 12 വർഷം ഞങ്ങൾ മുനിസിപ്പൽ കോടതിയിലും കേസ് പറഞ്ഞു. കാരണം തീരദേശത്തുള്ള ആളുകൾ ഞങ്ങളുടെ അപ്പൂപ്പന്മാരായിട്ട് ഇവിടെ കടലിൽ തന്നെ ജീവനോപാധിയും കടൽ മാത്രമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇതിനൊരു മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് ആർക്കും സാധ്യമായിരുന്നില്ല. പക്ഷെ ഈ പറയുന്ന ഡോക്യുമെന്റ് വെച്ചാണ് അവരെല്ലാം നടത്തിയിരുന്നത്. അങ്ങനെ നിരന്തരമായി കേസുകൾ നടത്തി ഞങ്ങൾ സാമ്പത്തികമായി ഒരു കുടിൽ വെക്കും. ആ കുടിലിൽ കറണ്ട് ഇല്ല, അതേപോലെ തന്നെ ഞങ്ങൾക്ക് മറ്റേ റോഡുകളില്ല, ഒന്നുമില്ലാതെ ഇവിടെ വരുന്ന അന്നത്തെ ആളുകൾക്ക് അറിയാൻ പറ്റും, വളരെ എല്ലാം ഓലമേഞ്ഞ കുടിലുകളായിരുന്നു. കേസ് നടത്തുക എന്ന് മാത്രമായിരുന്നു ഞങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 87 അവര് പറഞ്ഞ തുക കൊടുത്ത് ഇവിടുത്തെ താമസക്കാർക്ക് അവർക്ക് പണമായി ആവശ്യമായി വന്നതിന്റെ പേരിൽ അവര് പറഞ്ഞ തുക കൊടുത്ത് അവരവിടെ TTC കോളേജ് പണിതു, അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കി, സ്ഥലം വാങ്ങിച്ചു. ഞങ്ങള് സന്തോഷമായി. ഞങ്ങൾക്ക് അന്നേരം പൈസ ഇല്ലായിരുന്നു. ഈ പൈസ എല്ലാം ഉണ്ടാക്കാനായിട്ട് പെട്ട പങ്കപ്പാട്, അതായത് കഴുത്തില ഷാലിമാലയും അതേപോലെ തന്നെ കാതില കമ്മലുമെല്ലാം പണയം വെച്ച് കക്കവാരി ചീനവല വലിച്ച് മണൽ വാരിയൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ്. സ്വന്തക്കാരിൽ നിന്നൊക്കെ മേടിച്ചാണ് അന്ന് അവര് പറഞ്ഞ പൈസ കൊടുത്ത് ഞങ്ങൾ മേടിക്കുന്നത്. പിന്നീട് ഞങ്ങളെല്ലാം സ്വസ്ഥമായി കഴിയുന്ന സമയത്ത് ഒന്നും അറിയാതെ 2022 ജനുവരി മാസം 13-ാം തീയതി ഞങ്ങൾ വില്ലേജിൽ പോണ സമയത്ത് അവിടെ കരമടക്കണില്ല, ഇത് ഫറൂഖ് കോളേജിന്റെ ഭൂമിയല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണ്, ഇപ്പൊ ഫറൂഖ് കോളേജും നിങ്ങളും ഇതിനകത്ത് പ്രതികളാണെന്നാണ് പറയണത്. ഒരേ സമയത്ത് ഞങ്ങളുടെ ഭൂമിയായിരുന്നു, അത് ഫറൂഖ് കോളേജിന് വില കൊടുത്തു. പിന്നീട് ഇവിടെ വീടുകളൊക്കെ വെച്ച് ഞങ്ങളെല്ലാം വായ്പയ്ക്ക് നിൽക്കുന്ന സമയത്ത് വീണ്ടും പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫറൂഖ് കോളേജും വഖഫ് ബോർഡും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വ്യത്യാസമില്ല, അതെല്ലാം മുസ്ലിങ്ങൾ തന്നെ. കാലാകാലങ്ങളിലായിട്ട് ഞങ്ങളെ എന്നും അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയായി മാത്രമാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഇപ്പൊ അവർ കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് കരമടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. KN ഉണ്ണികൃഷ്ണൻ MLA ഞങ്ങൾ ഭൂസംരക്ഷണ സമിതി ഇവിടെ ഉണ്ടാക്കി. പെട്ടെന്ന് തന്നെ റവന്യൂ മന്ത്രിയുമായിട്ട് KN ഉണ്ണികൃഷ്ണൻ വഴി ഞങ്ങൾ പോയി ഞങ്ങൾ കരമടക്കുന്നതിനുള്ള ഒരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. പക്ഷെ അതിനെതിരെ ഉടനെ വക സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് വേറെ 2 ആളുകൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് അത് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അവർ സ്റ്റേയും മേടിച്ചു. ഇപ്പൊ 5-6 കേസുകൾ നിലവിലുണ്ട്. ഈ പാവപ്പെട്ട ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എങ്ങനെ കേസ് നടത്താൻ സാധിക്കും? ഞാനിപ്പോ 10 ബിഷപ്പുമാർക്ക് ഞാൻ ഇന്ന് രജിസ്റ്റേർഡ് കത്ത് വിട്ടിട്ടുണ്ട്. കാരണം ഞങ്ങള് KCBC ഇതിന് വളരെ ശക്തമായി ഇടപെട്ട് ഞങ്ങൾക്ക് ശാശ്വതമായി, അതായത് ഇന്ത്യ മുന്നണിയുമായി, ഇവിടെ ഇപ്പൊ കേരളത്തിലെ 20 MP-മാരും ഇന്ത്യ മുന്നണിയിൽപ്പെട്ടതാണ്. അവര് തന്നെയാണ് ഈ നിയമം വഖഫ് ആക്ട് ഒരു കാരണവശാലും നടപ്പിലാക്കാൻ പറ്റൂല എന്ന് പറയണത്. പക്ഷെ ഈ വഖഫ് ആക്ടിലെ 40 പറയുന്നത് ഒരു ചോദ്യമില്ലാതെ ഏത് ഭൂമിയാണെങ്കിലും അവർക്ക് എഴുതിയെടുക്കാമെന്നുള്ളതാണ്. അത് നിർബന്ധമായും മാറ്റണം. അപ്പൊ ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് അവര് ഇവിടുത്തെ വഖഫ് ബോർഡുകളൊക്കെ ഒന്നിച്ച് ഞങ്ങൾക്ക് ഈ 114 ഏക്കർ മാത്രം, 114 ഏക്കറും 60 ഏക്കർ വെള്ളവും അത് ഞങ്ങൾക്ക് നേടി എടുത്തു തരണം. ഞങ്ങൾക്കല്ലാതെ വേറൊരു മാർഗമില്ല. ഞങ്ങൾ ഇവരുമായിട്ട്, അതായത് ലക്ഷത്തിൽ പരം കോടി ആസ്തിയുള്ള വഖഫ് ബോർഡുമായിട്ട് ഞങ്ങൾ എങ്ങനെ കേസ് നടത്തും? ഞങ്ങൾക്കിവിടെ കുഞ്ഞുമക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ വിവാഹങ്ങൾ നടത്താൻ പറ്റുന്നില്ല, വായ്പകൾക്ക് അടക്കാനും പറ്റണില്ല. അത് അടച്ചതാണെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ വന്ന് ഞങ്ങളെ ശല്യം ചെയ്യാണ്. ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ കത്തോലിക്ക സഭയോടല്ലാതെ ഞങ്ങൾ ആരോട് പറയാനുണ്ട്? ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ കേസുകൾ നടത്തി ഞങ്ങളെ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ അഴിച്ചുവിടാതെ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം KCBC വഴി ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ പറയുവാനായിട്ടുള്ളത്. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രീ ജോസഫ്, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ എല്ലുമുറി പണിയെടുത്ത് ഒരു സ്വർഗമാക്കി മാറ്റിയ ഒരു ഭൂപ്രദേശം ഒരു സുപ്രഭാതത്തിൽ വഖഫ് പോലുള്ള അധിനിവേശ ശക്തികൾ അധിനിവേശം നടത്തുന്നു. അപ്പോൾ അത്തരത്തിലൊരു നാട്ടിലെ ജനങ്ങൾ, ക്രൈസ്തവർ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടുത്തെ ഒരു ജനപ്രതിനിധികളുടെ ഒരു മനോഭാവം എങ്ങനെയായിരുന്നു അങ്ങയുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, ശ്രീ ജോസഫ്?
ഞങ്ങളുടെ MLA ഞങ്ങളുടെ കൂടെ, അതായത് തുടക്കം മുതലേ തന്നെ ഈ സംഭവം ഞങ്ങളാണ് അദ്ദേഹത്തിനോട് ചെന്ന് പറയുന്നത്. അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളാണ് ആ സമയത്തെല്ലാം അവിടെയെല്ലാം പോകുന്നത്. ഓക്കെ, തുടർന്നോളൂ. ഞങ്ങള് പുള്ളിയോടൊപ്പം പലവട്ടം തിരുവനന്തപുരത്ത് പോയി റവന്യൂ മന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ നടത്തിയ ചർച്ചയിലാണ് കരമടക്കുന്നതിനുള്ള കിട്ടുന്നത്. പക്ഷേ ഇവിടെ വഖഫ് എന്ന് പറയുന്നത് 1995-ലും 2013-ലും എഴുതി വെച്ചിരിക്കുന്ന ഈ വഖഫ് ആക്ട് പ്രകാരമാണ് വഖഫ് ബോർഡ് എഴുതിയെടുത്തതെന്നാണ് പറയണത്. അപ്പൊ ഈ നിയമത്തിലാണ് ചേഞ്ച് വരുത്തേണ്ടത്. അതല്ലാതെ നമ്മളെ രാഷ്ട്രീയക്കാരെ ഇവിടുത്തെ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത്. അപ്പൊ അവരതുകൊണ്ട് തന്നെ എന്താ പറയണ, ഇത് വഖഫിന്റെയാണ്, ഈ നിയമത്തിന് മാറ്റം വരുത്തിയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മോചനം കിട്ടുള്ളൂ. അതാണ് ഞങ്ങളുടെ ആവശ്യം. വ്യക്തമാണ്. ഫാദർ ജോഷി മയ്യാറ്റിൽ, നമ്മൾ സമയപരിമിതിയുടെ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു വിഷയം കൂടി വഖഫുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ നടന്ന നിസ്കാര മുറിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സമരങ്ങൾ, അതിന്റെ ഒരു ആവശ്യം ഈ ഒരു സംഘടിതമായിട്ടുള്ള രീതിയിൽ ഒരു കോണിൽ നിന്നും ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്ക് നേരെ ഉയർന്നു. മൂവാറ്റുപുഴ നിർമ്മല കോളേജ്, മൂവാറ്റുപുഴയിൽ നിന്നും അധികം അകലെയല്ലാത്ത പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂള്, അത് ചിലപ്പോൾ പൊതുസമൂഹത്തിലെ ഒരു വിഭാഗം അതൊരു ഒറ്റപ്പെട്ട സംഭവമായി വേണമെങ്കിൽ വീക്ഷിച്ചേക്കാം. പക്ഷേ ഈ വഖഫ് ബോർഡ് അതുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുമ്പോൾ, നിരീക്ഷിക്കുമ്പോൾ, ഈ വഖഫ് ബോർഡിലെ സെക്ഷൻ 3 ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വഖഫ് ബൈ യൂസർ എന്നൊരു ക്ലോസ് അവിടെ ഉണ്ട്. അതായത് ഇവർ ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് ഒരു നിസ്കാരം നടത്തി കഴിഞ്ഞാൽ അത് ഒരു കാലഘട്ടത്തിൽ അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാലും ആ സ്ഥലത്തിന്മേൽ അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു അവകാശം ഈ വഖഫ് നിയമം ഇവർക്ക് നൽകുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ നിസ്കാര മുറിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സമരം അത് അത്ര നിഷ്കളങ്കമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ? അതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ? അതിന്റെ പിന്നിലും ഈ വഖഫിന്റെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ ചില അജണ്ടകൾ നാം സംശയിക്കേണ്ടതല്ലേ ഫാദർ ജോഷി മയ്യാറ്റിൽ? സ്വാഭാവികമായും ക്രൈസ്തവർക്ക് തീർച്ചയായും ആ സംശയമുണ്ട്. പ്രത്യേകിച്ച് ദീപിക പത്രത്തില് ഒരു മുസ്ലിം തന്നെയായ ശ്രീ അബ്ദുള്ള കുട്ടി എഴുതിയ ഒരു ലേഖനം, ആ ലേഖനത്തിൽ അദ്ദേഹം അത് ശക്തമായിട്ട് പറഞ്ഞിരുന്നു. അതായത് പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുന്ന മൈതാനങ്ങളുടെ മേൽ പിന്നീട് വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചരിത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ കോളേജുകളിലോ നമ്മുടെ സ്കൂളുകളിലോ ഈ ഇസ്ലാമിക പ്രാർത്ഥനകൾക്ക് സൗകര്യം കൊടുത്താൽ ഇതേ ക്ലെയിം തന്നെ അവിടെ വരുമെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാൻ വഴിയുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭയം തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് മാത്രമല്ല, ന്യൂനപക്ഷ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവർ നടത്തുന്ന വിദ്യാലയങ്ങളിൽ മറ്റ് മതസ്ഥരുടെ പ്രാർത്ഥനകൾക്കുള്ള കാര്യങ്ങൾ ഒത്താശ ചെയ്തു കൊടുക്കാൻ ഒരു ബാധ്യതയും ക്രൈസ്തവർക്കില്ല. മറിച്ച് ക്രൈസ്തവ സംസ്കാരവും പാരമ്പര്യവും പ്രോത്സാഹിപ്പിക്കാൻ, ക്രൈസ്തവ മക്കൾക്ക് അവിടെ ആത്മീയമായ കാര്യങ്ങൾക്കുള്ള അവസരം കൊടുക്കാൻ അതിനുള്ള സകല അവകാശവും നമുക്ക് ഭരണഘടന തരുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ന്യൂനപക്ഷ അവകാശം നന്നായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നു. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നിങ്ങൾക്ക് അവിടെ പള്ളിയിൽ കുർബാന ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കൂടി നിസ്കാരം നടത്തണം അവിടെ എന്ന് പറയാൻ ഒരു അവകാശവും മറ്റ് ആർക്കും അവിടെ ഇല്ല. അവർക്കത് ചെയ്യാം. എവിടെയാണ്? സ്വന്തമായി ന്യൂനപക്ഷ അവകാശം ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തുന്ന കോളേജുകളിൽ അവർക്ക് അത് തീർച്ചയായും ചെയ്യാം. ഒരു തടസ്സവും അവിടെ ഇല്ല. എന്ന് മാത്രമല്ല, അത്തരം സ്കൂളുകളിലോ കോളേജുകളിലോ പഠിക്കുന്ന ഒരു ക്രിസ്ത്യാനി കുട്ടിയും ഒരു ഹൈന്ദവ വിദ്യാർത്ഥിനിയോ അവിടെ ഒരു പ്രശ്നത്തിനും ചെല്ലുകയില്ല. ഇതിപ്പോ പ്രശ്നം കിടക്കുന്നത് തീവ്രവാദത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്ന വലിയൊരു വിഭാഗം ജനത ഈ ഗ്രൂപ്പിലുണ്ട്. അവര് ഇതിനെ കൂടുതൽ കത്തിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ആ മൂവാറ്റുപുഴ കോളേജിൽ അങ്ങനെ ഒരു സംഭവം നടന്ന് അതിനെക്കുറിച്ച് മാപ്പ് ചോദിച്ചിട്ട് ഒരു മഹൽ കമ്മിറ്റി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരാഴ്ച പോലും തികയുന്നതിന് മുൻപ് വീട്ടുകാരുടെ ഒത്താശയോടുകൂടി, അതൊരു മൗലവിയുടെ ഒത്താശയോടുകൂടി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ അവർ മുന്നോട്ട് വന്നത് അത് തീർച്ചയായും ദുരുപദിഷ്ഠിതമാണ്. എന്ന് മാത്രമല്ല, അത് കുറെ കൂടി വിപുലമായ
ഒരു തീവ്രവാദ സംഗതികളുടെ ഒരു ലോക്കൽ എക്സ്പ്രഷനായിട്ട് മാത്രമേ അതിനെ നമുക്ക് കാണാൻ കഴിയും. അവസാനമായി ഒറ്റൊരു പോയിന്റ് കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ. ഈ വഖഫ് നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധ വകുപ്പിനും റെയിൽവേക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുക്കൾക്ക് അവകാശം അല്ലെങ്കിൽ അതിന് ഉടമയാണ് ഈ വഖഫ്. നിലവിൽ ഇന്ത്യയിൽ 8 ലക്ഷം ഏക്കറിലധികം ഭൂസ്വത്തുക്കൾ, 4 ലക്ഷം കോടിയിലധികം വിലമതിക്കുന്ന സ്ഥാപന വസ്തുക്കളൊക്കെ അവരുടെ പക്കലുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ, അതായത് മുഖ്യധാര നിയമ സംവിധാനത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഇന്ത്യയിലെ മുഖ്യധാര ഈ പറയുന്ന ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര നിയമ ചട്ടക്കൂടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു സംവിധാനം ഇത്രത്തോളം ഒരു ഭൂമിയുടെ ഒരു അവകാശം കൈക്കൽ വെക്കുമ്പോൾ ഭാവിയിൽ ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഇത്തരത്തിലുള്ള സംവിധാനം ഏതെങ്കിലും രാജ്യദ്രോഹ ശക്തികളുടെ ഒരു കരങ്ങളിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വളരെ അതിഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്ത്, ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയില്ലേ ഫാദർ ജോഷി മയ്യാറ്റിൽ? ഞാൻ അതിനെ 2 രീതിയിൽ കാണും. അതായത് ഇന്ത്യയിൽ സ്വത്ത് നിയമപരമായി സ്വത്ത് സമ്പാദിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് എത്ര വിസ്തൃതി ഉണ്ടെന്നുള്ളത് ഒരു വിഷയമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് കത്തോലിക്ക സഭയുടെ സ്ഥലങ്ങളുടെ കണക്കെടുത്താൽ അത് വളരെ നല്ലതായിരിക്കും, വളരെ വലുതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒത്തിരിയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. അതെല്ലാം പൊതു നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമ്മള് ആരുടെയും മേൽ കുതിര കയറാൻ പോയിട്ടില്ല, കുതിര കയറാൻ പോകാറുമില്ല. അത് ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇടിച്ചു കയറി ചെല്ലുന്നുമില്ല. ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം ഇവിടെ ഈ ലെജിസ്ലേഷനിലൂടെ തെറ്റായ അവകാശവാദങ്ങൾക്കുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് 1. 2, ജോർജ് പറഞ്ഞ ആ വിഷയം തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഇപ്പോ ഏത് വലിയ ഗ്രൂപ്പ് ആണെങ്കിൽ തന്നെയും അതിലൊരു തീവ്രവാദ ശൈലി അതിലേക്ക് കയറി വന്നാൽ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും അത് വലിയ ഭീഷണി തന്നെയാണ്. അത് ഏത് ഗ്രൂപ്പായാലും കൊള്ളാം, അത് ഭീഷണി തന്നെയാണ്. അതിനെ ഞാൻ അങ്ങനെ കാണുന്നത്. വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു നിയമ ഭേദഗതിയിൽ രാഷ്ട്രീയ വൈര്യം മറന്നുകൊണ്ട് ജനങ്ങളുടെ നന്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, അത് ഇരു കൂട്ടരും ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ നന്മ മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ ശോഭനമായിട്ടുള്ള ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകളും അതിനെ തുടർന്ന് അശാഭകമായിട്ടുള്ള ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാൻ നമ്മുടെ ജനപ്രതിനിധികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ചെറായിലെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീര് തീർച്ചയായിട്ടും ഭരണകൂടങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. ആ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരിനൊരു പരിഹാരം ഉണ്ടാക്കുവാനുള്ള നട്ടലുള്ള ആർജവമുള്ള നിലപാട് സ്വീകരിക്കുവാൻ ഉള്ള ഒരു ശക്തി അല്ലെങ്കിൽ അതിനുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചർച്ച വൈൻഡപ്പ് ചെയ്യുന്ന ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോഷി മയ്യാറ്റിൽ, ഒപ്പം തന്നെ ശ്രീ PJ തോമസ്, ഒപ്പം തന്നെ ശ്രീ ജോസഫ് ബെന്നി, 3 പേർക്കും നന്ദി.